അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരാ റബ്ബേ ബെല്ലടിച്ചണ്? നുസിയേ ഉമ്മ എന്തേ? അല്ലേ ബെല്ലടിച്ചണ് കേട്ട്. ആ ഉമ്മ ഞാൻ പോയി നോക്കട്ടെ. അല്ലാ, നുസിയപ്പ അതാ വാതിലിനരികിലേക്ക് ചെന്നു. ഉമ്മ നവാസ്ക്കാണ്. അതെന്തിയേ ഇത്ര പെട്ടെന്ന് കൊണ്ട് പോന്നോനെ? അല്ല നവാസേ. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല എൻ്റെ കുട്ടിയെ, എന്തിയപ്പച്ചി 2 ദിവസം തയ്ച്ച് നിൽക്കാതെ ഇങ്ങോട്ട് ഇപ്പം തന്നെ പോന്നത്? ഒന്നവിടെ പയങ്ങിക്കൂടെ എനിക്കൊന്ന്? ഇജ്ജിപ്പോൾ തന്നെ ഇങ്ങോട്ട് പാഞ്ഞു വരേ? ഉമ്മ ഞാൻ പോയല്ലോ, ഞാൻ ഇന്നലെ അവിടെ നിന്നല്ലോ, ഇന്ന് പോന്നു. എൻ്റെ പൊന്നാര കുട്ടി, ഇജിപ്പോൾ ഞാൻ ഒരു 4 ദിവസം അവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നിന്നാണ്. അപ്പോത്തിന് എനിക്ക് ഇങ്ങോട്ട് പായായിട്ട് ഇപ്പം എന്തിയേ? ഉമ്മ ഒന്നുമില്ല, അവിടെ നിന്നില്ല അത്യാവശ്യമൊക്കെ. ഇന്നലെ കുടിയിരിക്കലിൽ എല്ലാവരും പങ്കെടുത്ത കൂട്ടത്തിൽ ഞാനവിടെ പോയി. ഇന്നിപ്പോൾ ഇതാ രാവിലത്തെ ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോന്നു. എൻ്റെ പൊന്നാര മോനെ, സൗദൻ്റെ ഇപ്പം 2 ദിവസം നിന്നോടെ എനിക്ക് ഉമ്മാൻ്റെ കുട്ടിക്ക്. ഉമ്മ അവളിപ്പോൾ ഒരു ദിവസം നിന്നു. ഇനിയിപ്പോൾ അല്ല മോനെ, എന്തായാലും അൽഹംദുലില്ലാ റാഹത്തായില്ലേ എൻ്റെ കുട്ടിക്ക്. പഠിച്ചവനെ ഞാൻ ദ്വാരക്കായിരുന്നു. കാരണം സൗദ ആ കോല അവിടെ നിൽക്കുക, ഇജ്ജ് ഇവിടെ നിൽക്കുക, അവിടെയും കയ്യ അവിടെയും ഇവിടെയും കാണ്ടി ആണും പെണ്ണും കഴിഞ്ഞാൽ റബ്ബേ, ആ ദാമ്പത്യ ജീവിതത്തിലെന്ന് വെച്ചാൽ നല്ല സ്നേഹം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നെങ്കിലേ റഹ്മാൻ. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആരെ പേപ്പിച്ചാനാണ്? അതെ, ആണിനും പെണ്ണിനും. അതായത് കുടുംബജീവിതത്തിലാണത്രേ ഈ ഇബ്ലീസ് നല്ലോണം കയറി ഇറങ്ങൽ. കാരണം ഭർത്താവിനെയും ഭാര്യനെയും തെറ്റിപ്പിച്ചുകാണ്ട് ഓല് തമ്മിൽ പിണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ്. മൂപ്പര് കൈയൊട്ടി ചിരിക്കണ കാര്യമാണ്. കാരണം ഇബ്ലീസ് ഒപ്പം നടക്കുകയാണ് ആണിനെയും പെണ്ണിനും തെറ്റിക്കാൻ. മോൻ ചായ കുടിച്ചിക്കണോ? ഉമ്മ ചായയൊക്കെ ഉഷാറായിക്കണുമ്മ. ഓ അൽഹംദുലില്ലാ. എൻ്റെ കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒന്ന് അവിടുത്തെ കുറിച്ച് നല്ലത് പറയാനല്ലോ. അതെ ഉമ്മ, സത്യം പറയാലോ, ഞാൻ ഉമ്മയോട് ഒരിക്കലും പോലും ഞാൻ ഒരാളെ പുകഴ്ത്തി പറയുക എന്നുള്ള രീതിയിലല്ല ഉമ്മ. ഞാനവിടെ കണ്ടപ്പോൾ, ഞാനവിടെ എത്തിയപ്പോൾ, അതായത് എനിക്ക് വേണ്ടിയിട്ടൊക്കെ എത്രമാത്രം അവർ സ്വീകരണമാണ് നൽകിയതെന്ന് എനിക്കറിയില്ല. കാരണം ആ അവിടുത്തെ ഉമ്മ ഉണ്ടല്ലോ, ഹഫ്സ ഉമ്മ, ആ മോനെ ഹഫ്സല്ലേ, ഓളെ കണ്ടാൽ തന്നെ ഒരു ബർക്കത്താണ്. എന്താ അറിയില്ല, എനിക്കൊരു വല്ലാത്തൊരു ഇതാണ് ഓളെ കാണുമ്പോൾ. എന്നാലും നോക്കേ, ആ മൂപ്പർക്ക് ആ അബൂബക്കർക്കാക്ക് കിട്ടിയൊരു പെണ്ണ് കണ്ടില്ലേ? ഒരുത്തി കുഞ്ഞിക്കതി ആ കോലം അതും ഇതും കാട്ടിക്കൂട്ടുന്ന ആളാണെങ്കിലും കൂടിയിട്ട് ഈ ഒരു പെണ്ണ് നല്ലൊരു പെണ്ണാണ്, പഠിച്ചോനെ പേടിയുള്ള പെണ്ണാണ്. അതുമാത്രമല്ല, നല്ലോണം ഭക്ഷണം ഉണ്ടാക്കലും വൃത്തിയും വെടുപ്പും. കുട്ടികളൊക്കെ നോക്കുക, എല്ലാ കുട്ടികളും തഹജ്ജുദ് നയിപ്പിച്ചല്ലോ. അങ്ങനെയാണ് ഒരു കുട്ടിൻ്റെ സുബഹി തെറ്റൂലാന്ന്. അത്രക്കും നല്ല ദീനീബോധമുള്ളൊരു പെണ്ണാണ് അഫ്സേ. മാഷാ അല്ലാ, ഓരോ കുടുംബത്തേക്കേ അങ്ങനെ കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലാ, ഏതായാലും മൂപ്പർക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതും വലിയ ഭാഗ്യം കേട്ടോ ഉമ്മ. ശരി തന്നെയാണ് ഉമ്മ, എന്തൊരു ബഹുമാനം സ്നേഹമാണെന്നോ. എന്നെ ഒന്നും, ഞാൻ വിചാരിക്കുന്നത് സൗദിയുടെ ഉമ്മ എന്നെ ബഹുമാനിക്കേണ്ട, എന്നെ ഒന്നും ചെയ്യണ്ട, പക്ഷേ ഇത്രക്കും നീചമായ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ പറഞ്ഞതിനും പോരാത്തതിന് ആൾക്കാരിടയിലിട്ട് എന്നെ വഷളാക്കി. ഉമ്മ ഒരു ഉപകാരം ഒന്നും ചെയ്യണ്ട, ഒരാളെ വെറുതെ ശിക്ഷിക്കാൻ ഞാൻ മതി. നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, സാരല്ല മോനെ, കയ്യാളത് കഴിഞ്ഞതിനുള്ള ശിക്ഷ പഠിച്ചോ ഓൾക്ക് ജയിലിൽ നിന്ന് കൊടുക്കണ്ടല്ലോ. കുറേ ദിവസം കള്ളന്മാർ നടക്കൂല, 40ാമത്തെ ദിവസം ഇമ്മരപ്പടി വിളിച്ചെറിയുന്ന കള്ളത്തരം ചെയ്താൽ. എന്ന് ഏതൊരു സാധനമാണെങ്കിലും അങ്ങനെ തന്നെ. കുറേ ദിവസമൊക്കെ നമ്മൾ നല്ല മട്ടത്തിന് പോവും, പിന്നെന്താവും, പിന്നെ അതുകൊണ്ട് അള്ളാഹു പുറത്ത് കുറേ പഠിച്ചോ നോക്കുമല്ലോ ഇവർ നന്നാവോ എന്നുള്ളത്. പിന്നെ ഇത് തുടർന്ന് കഴിഞ്ഞാൽ പഠിച്ചോൻ തന്നെ ആയിട്ട് അത് പുറത്ത് ഇറക്കും. അങ്ങനെയാണ് മക്കളെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മോനെ നവാസേ, ഉമ്മാൻ്റെ കുട്ടിക്ക് ചായ ഇരട്ടെ? അപ്പോഴേക്കും നുസൈബ, ഉമ്മ ചായ എടുക്കട്ടെ? വേണ്ട, എനിക്ക് വേണ്ട ഒന്നും, വയറ് നിറച്ച വിട്ടത്. എല്ലാം ഉണ്ടാക്കിയിരുന്നു മോനെ. എന്തൊക്കെയായിരുന്നു ഉമ്മ? എന്തൊക്കെയോ പലഹാരങ്ങളും അതും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എണീറ്റപ്പോഴന്നെ കോഴിമുട്ടയും പഴവും അതും ഇതും അങ്ങനെ വാട്ടിയതും അങ്ങനെ ആക്കിയതും ഇങ്ങനെ ആക്കിയതൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ. എൻ്റെ കുട്ടിക്ക് ഏതായാലും മരുവനായി പോയിട്ട് അങ്ങനത്തെ സ്വീകരണവും സൽക്കാരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ അല്ലേ ഉമ്മ? അൽഹംദുലില്ലാ, ഒക്കെ കിട്ടി, റാഹത്തേക്കണ്. പഠിച്ചോനെ, എൻ്റെ കുട്ടികളെ മനസ്സ് നന്നാക്കണേ അല്ലാ.
എന്നാൽ ഐഷുമ്മയുടെ വിചാരം നവാസും സൗദയും ഒന്നായി തീർന്നിരിക്കുന്നു, അവർ അവരുടെ പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. പെട്ടെന്ന് അതാ നുസൈബ കുഞ്ഞു ഉണർന്നപ്പോൾ ഓടി. അല്ലാ, എവിടെ ഉമ്മാൻ്റെ കുട്ടി എവിടെ? ഇല്ലില്ല. എന്നാൽ കുഞ്ഞ് ഉണർന്നു. മോളെ എടി, ചെറുക്കനെ ഉണക്കണാ, അങ്ങോട്ട് കൊടുന്നാ. ഇതുമ്മ. അതെ, കുഞ്ഞ് ഉണർന്നിട്ടുണ്ട്. നവാസ് അതിനെ വാങ്ങി. മോനു, എവിടെ കുട്ടി? ആ, പുതിയ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണമല്ലോ, കാണണമല്ലോ. ബാപ്പ വലിയൊരു ബമ്മാട് അവിടെ കയറ്റി വെച്ചിക്കണല്ലോ, ആരും അറിയാത്തേ. അയക്കൊക്കെ പോകണല്ലോ എൻ്റെ കുട്ടിക്ക്. ഏതായാലും കുറച്ച് കഴിയട്ടെ അല്ലേ? നവാസ് അത് കേട്ടപ്പോൾ പറഞ്ഞു, ഉമ്മ കാര്യമൊക്കെ ശരി തന്നെയാണ്, വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാലും ഉമ്മ, ഞാനിപ്പോൾ ഇനി ഫസീലാൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിലും സൗദൻ്റെ അടുത്ത് അവിടെ നിൽക്കുകയാണെങ്കിലും ഉമ്മ, ഈ ഒരു തറവാട്ടിൽ നിൽക്കുന്ന സുഖം എനിക്ക് കിട്ടുന്നില്ല. ഈ ഒരു തറവാട് എന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരു സുഖം സമാധാനമാണ് ഉമ്മ ഇവിടെ വന്നിരിക്കുമ്പോൾ. അത് മോനെ അങ്ങനെ തന്നെ അല്ലേ, അവനാൻ്റെ ഉമ്മാരും ബാപ്പാരും ഉണ്ടാകുന്ന വീട്ടിൽ നല്ല സമാധാനമായിരിക്കും നിൽക്കാൻ. ആ, നമ്മളെ ബാപ്പ ഉണ്ടാക്കിയ വീടല്ല ഇപ്പോൾ ഇത്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ് മോനെ. ഇന്നിപ്പോൾ ഇവലെ ഒന്നും വിളിക്കായിട്ടല്ല. പിന്നെ അതുമല്ല, നമ്മളെ സെമീറി മക്കളും പോവും നവാസേ. ഞാൻ പറഞ്ഞു പൊന്നാര മക്കളെ ഒരു 10-60 കഴിഞ്ഞൊരു 90 കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഉമ്മ, ഇനി അങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ശരിയല്ലല്ലോ ഉമ്മ. അതായത് ആ ഉസ്താദ് പള്ളിയിലല്ലേ കഴിയുന്നത്. ഉസ്താദിനുണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ. പൊന്നാര മോനെ, അതൊക്കെ ശരി തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ പരമ സത്യം തന്നെയാണ്. എന്നാലും എനിക്ക് തോന്നണേ അവിടെ എത്തിയാലേ ഉമ്മ, എന്തായാലും ഇപ്പോൾ 40 കഴിഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ, ഇത്ര ആയില്ലേ. മോനെ, നാളെ ഉസ്താദ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കണേ അല്ലേ. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബർക്കത്തനല്ല. ഇപ്പം നമ്മളെ പെരയിൽ 4 ചെറിയ കുട്ടികൾ, 5 കുട്ടികളുണ്ട്. അൻ്റീനും ഓലും കൂടി കൂട്ടിക്കാണ്ട് 6-7 മക്കളുണ്ട് അല്ലേ, ചെറിയറ്റങ്ങൾ തന്നെ. ഉസ്താദിന് 2 ചെറിയ കുട്ടികളും അതേപോലെ എൻ്റെതൊന്നും ഷാമോൻ്റെ ഒന്നും ഒക്കെ ചെറിയ മക്കൾ തന്നെയല്ലേ. അതിലിപ്പോൾ ഐഷുവാണ് ഇപ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് വലുതായത്. പിന്നെ എൻ്റെ വല്ലുകുട്ടികൾ ഓല് പിന്നെ അവിടെ നിന്നും വെക്കാം. എന്തായാലും മാഷാ അല്ലാ, ഈ മക്കളുള്ളിടത്ത് ബർക്കത്താണ് പൊന്നാര മക്കളെ. നിഷ്കളങ്കരായ മക്കളല്ലേ. അപ്പം പിന്നെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഞമ്മക്ക് ഇറങ്ങും. എനിക്ക് മക്കൾ പോവാന്ന് പറഞ്ഞിട്ടൊരു വലിയടങ്ങാറ്. മോനെ, എന്നാ അമ്മാൻ്റെ കുട്ടി വൈകിപ്പിക്കണ്ട, എന്നാ പൊയ്ക്കോളി. എങ്ങോട്ട്? അല്ലേ, ഇജ്ജ് പൊയ്ക്കോ, ഫസീലാൻ്റെ അടുത്തേക്ക് പൊയ്ക്കോ. ഏതായാലും കല്യാണക്കാരും ഇതൊക്കെ ഏതായാലും പറഞ്ഞ് വെച്ചേക്കണല്ലോ. ഇനിയിപ്പോൾ നിക്കാഹാണ് നടത്തുക, ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കണ്ടല്ലോ കേട്ടോ. ഉമ്മ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയിക്കോളാം, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്നാൽ ഐഷുമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. പഠിച്ചവനെ, എൻ്റെ കുട്ടി റെസ്റ്റൊക്കെ എടുത്തോട്ടെ, നല്ല മട്ടത്തിലായി കിട്ടിയാൽ മതി. സൗദനോടായാലും ഫസീലാനോടായാലും അവർ നല്ല രീതിയിൽ ദാമ്പത്യ ജീവൻ നയിക്കണം. ഓ പഠിച്ചവനെ, ഏതായാലും റാഹത്തായി. മോനെ, എന്തുമ്മ? എൻ്റെ കുട്ടിയെ, എന്നാഞ്ഞിപ്പോൾ ഒരു 1.5 അങ്ങോട്ടൊന്ന് പോയിക്കൊണ്ടിട്ടാ. സൗദൻ്റെ അടുത്തേക്ക് പോയിക്കോണ്ടി. 2 ദിവസം ഇവിടെ 2 ദിവസം അവിടെയൊക്കെ ആയിട്ട് നിന്നോണ്ടി, നല്ല മട്ടത്തിൽ പോയി നിന്നോണ്ടി, അതായിരിക്കും നല്ലത്. ഉമ്മ, ഇൻഷാ അല്ലാ ഞാൻ പോയിക്കോണ്ട്. എന്നാൽ അതാ സൗദയും അവനും ബന്ധമില്ലാത്ത കാര്യമൊന്നും ഉമ്മ അറിഞ്ഞില്ല. ഉമ്മയുടെ വിചാരം അവർ നല്ല ഹാപ്പി ലൈഫാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. നവാസ് അതാ അവിടെ പോയി ഒന്ന് കിടന്നുറങ്ങുന്നു. അല്ലാ, എൻ്റെ മോൻ കിടന്നോട്ടെ, നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും റബ്ബേ, ഇപ്പോഴാണ് സമാധാനമായത്. കാര്യം മറ്റൊന്നുമല്ല, പഠിച്ച റബ്ബേ അല്ലാ, എൻ്റെ കുട്ടിൻ്റെ ജീവിതത്തിൽ ആകെപ്പാടൊരു വിഷമമായിരുന്നു. ഇനിയെങ്കിലും പഠിച്ചോനെ നല്ലൊരു സുഖസന്തോഷമായ ജീവിതം നീ കൊടുക്കല്ലാ. ഐഷുമ്മ ദുആ ചെയ്തു. എന്നാൽ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നവാസ് ഉണർന്നു. ഉമ്മ, മോനെ, എന്നാ ചോറ് വിളമ്പട്ടെ? ഉമ്മ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അതെന്താ മോനെ, സമയം ഉച്ചയ്ക്കണേ, ഞാൻ മെല്ലെ അങ്ങോട്ട് പോയി നോക്കട്ടെ. അല്ലല്ല, ചോറ് എന്നിട്ട് പോഞ്ഞ്. അപ്പോഴേക്കും അതാ അവർ ചോറ് വിളമ്പി നവാസ് കഴിക്കുന്നു. ഷമ്മാസ് ഷോപ്പിലാണ്. ഉമ്മങ്ങളിരിക്കണില്ലേ? മോനെ, ഞാൻ ഇരുന്നോളജി തിരക്ക് കൂട്ടിപ്പോൾ എനിക്ക് ഞാൻ വിളമ്പി തന്നതാണ്. ഒന്നും കൂടെ ഉണ്ട് കഴിഞ്ഞിരിക്കണമെങ്കിൽ. അങ്ങനെ അതാ നവാസ് ഭക്ഷണമെല്ലാം കഴിച്ചു. ഉമ്മ, എന്നാൽ ഞാൻ മോനെ പോയിക്കോളി. അങ്ങനെ അതാ നവാസ് ഫസീലയുടെ വീട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഉപ്പച്ചിയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ മക്കള് ആർത്ത് വിളിച്ചു, ഉപ്പച്ചി, ഉമ്മച്ചി, ഉപ്പച്ചിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതാ നമ്മുടെ ഫസീലയുടെ മനസ്സൊന്ന് കാളി. അല്ലാ, വന്നോ? അങ്ങനെ നവാസ് അകത്തേക്ക് കയറി. ഉമ്മ, അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം ഉപ്പ. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാ. പെട്ടെന്ന് മരുമകനെ കണ്ട സന്തോഷത്തിലായിരുന്നു ഉമ്മയും ഉപ്പയും. നവാസ് ഫസീലയുടെ അരികിലേക്കെത്തി. എന്നാൽ ഫസീലക്ക് ശരിക്കും ഒന്ന് നാണം തോന്നി. ഫസീല ചോദിച്ചു, ഇക്ക അപ്പോൾ സൗദിയുടെ അടുത്ത് പോയിരുന്നു. അപ്പോഴേക്കും നവാസ് ബെഡ്റൂമിൻ്റെ വാതിലൊന്ന് ചാരി. ഇക്ക ആ എന്ത് ഇക്ക, അപ്പോൾ 2 ദിവസം പോലും നിന്നില്ലേ അവിടെ? എന്താ പെണ്ണേ, ഞാൻ അവിടെ 2 ദിവസം പോയി നിൽക്കണം ഇത്ര നിർബന്ധം എന്താ? ഇക്ക അങ്ങനെയല്ല, ഏതായാലും അവളെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആ സന്തോഷിപ്പിച്ചു ഇന്നലെ, അത് മതി തൽക്കാലം. ഇക്ക എന്തൊക്കെയാണ് പറയുന്നത്? സത്യം പറയും. എന്താ, സൗദിയുമായി നിങ്ങൾ ഹാപ്പി അല്ലായിരുന്നോ? എൻ്റെ പെണ്ണ്, നിനക്ക് എങ്ങനെ അത് ചോദിക്കാൻ കഴിയുന്നോ എന്നോട്? അങ്ങനെ ചോദിക്കുക. ഏതെങ്കിലും ഭാര്യമാർ ഹാപ്പി ആയിരുന്നോ, ഇഷ്ടപ്പെട്ടിരുന്നോ എന്നൊക്കെ നിനക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ കഴിയുന്നോ? ഇക്ക ഞാനായിട്ട് തന്നെയല്ലേ വരുത്തി വെച്ചത്. പിന്നെ എന്തായാലും ഇക്കയുടെ ജീവിതത്തിലേക്ക് അവൾ കയറി വന്നു. അതായത് ഇക്ക അവളെ നിക്കാഹ് കഴിച്ചു. ഇനി അവളെ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്തെങ്കിലും അവളെ കാണേണ്ടത് തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലിക്ക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഹാപ്പി അല്ലേ? സൗദിയുടെ വർത്താനം എന്താ, എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നു. ഇക്ക എന്തൊരു ഉഷാറില്ലാത്തത്? ഒന്നുമില്ല പെണ്ണേ, സൗദ അങ്ങനെ പോകുന്നു. ഫസീല, സൗദ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ കൂടെ ബെഡിൽ അവൾ കിടക്കുന്നില്ല. അവൾ നിലത്ത് പായ വിരിച്ചാണ് കിടന്നത്. ഇക്ക ഞാനെന്തേ കേൾക്കണേ? അതെ, സത്യമായിട്ടും അവൾക്ക് അതിന് താല്പര്യമില്ലത്രേ. ഒന്ന് റെഡിയാവാനുണ്ട്. അവളുടെ മനസ്സ് എന്നെ ഭർത്താവായി കാണാൻ കഴിയുന്നില്ല. എന്നെ കാണുമ്പോഴേ അവൾക്കൊരു അന്യപുരുഷൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നുകയാണ്. അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ എന്ത് പറയാനാ? ശരിക്കും അത് കേട്ടപ്പോൾ ഫസീല ഒന്ന് വിഷമിച്ചു. ഇക്ക അപ്പോൾ ഇക്ക നല്ല ഹാപ്പിയിലായിരുന്നില്ലല്ലേ? ഉമ്മ അറിഞ്ഞതൊക്കെ? ഉമ്മാനോടൊന്നും പറഞ്ഞിട്ടില്ല. ഉമ്മയോടൊന്നും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ ഞാപ്പാട് ടെൻഷനായിട്ട് ഇതാവും. എന്നാൽ ഈ സമയം ഐഷുമ്മ നേരെ ഹഫ്സയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഉമ്മ. ഉമ്മ എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാ, സുഖം മോളെ. നവാസ് അങ്ങോട്ട് വന്നിരുന്നല്ലോ അല്ലേ? അങ്ങോട്ടാണ് മറ്റടുത്ത്? മോളെ വന്നിരുന്നു. ഏതായാലും റാഹത്തായി മോളെ. എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. അതായത് എന്താണെന്ന് വെച്ചാൽ രണ്ടാളും തമ്മിൽ ഒന്നായി ജീവിക്കാന്ന് വെച്ചാൽ തന്നെ നമുക്കതെല്ലാം ഇഷ്ടം. നമ്മുടെ മക്കൾ തമ്മിൽ വേർപിരിയണം നമുക്ക് ഒരു ആഗ്രഹമില്ല. കാരണം നമ്മുടെ മക്കൾ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കണം, സന്തോഷമായി കഴിയണം എന്നാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ. അപ്പോൾ നമുക്കൊരിക്കലും അവർ വേർപെട്ട് കഴിയണമെന്ന് ആഗ്രഹമില്ല. ഏതായാലും അൽഹംദുലില്ലാ, പടച്ച റബ്ബിനോട് ഞാൻ ഒരുപാട് സ്തുതി പറഞ്ഞു. അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. അങ്ങനെ ആകുമ്പോഴത്തേനെ കുഞ്ഞിനോട് ഞാൻ സ്നേഹമൊക്കെ കൂടി വരും. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ കുട്ടി. ശരിക്കും ഹഫ്സ പറഞ്ഞു. അത് ഉമ്മ, ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ദാമ്പത്യ ജീവിതം നയിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതുമ്മ. പഠിച്ചതിനുള്ള വിധി നൽകട്ടെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നല്ലൊരു ബന്ധമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പ്രത്യേകിച്ച് സൗദക്ക് കിട്ടിയതൊക്കെ പുത്തൻവീട് തറവാട്ടത്തിൽ മോനെ കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ നല്ലത് തന്നെയാണ്. കാരണം അങ്ങനെ ഇങ്ങനെയും കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ. അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതാണ് ഞാൻ എപ്പോഴും അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. മോളെ, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു നല്ല മട്ടത്തിൽ ജീവിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. ഐഷുമ്മയും അവളോട് പറഞ്ഞു. എന്നാൽ ഹഫ്സ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. തലേ ദിവസം സംഭവിച്ചതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉമ്മാനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എങ്കിലും ഹഫ്സയോട് ഉമ്മ ചോദിച്ചു, അല്ല അവൾ എങ്ങനെ നല്ല മട്ടത്തിൽ തന്നെ അല്ലായിരുന്നോ? ഉമ്മ ഒന്നും കുഴപ്പമില്ല, അത് പിന്നെ ഇനി കുറേ കഴിയുമ്പോൾ ശരിയായിക്കോളും. ഫസ്റ്റ് ടൈമൊക്കെ കുറച്ചൊരിതൊക്കെ ഉണ്ടാവുമല്ലോ. അതേ മോളെ, ശരിയാണ്. എന്തായാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. എന്നാൽ ഈ സമയം മിസിരിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. പെട്ടെന്ന് അവൾ ആ മെസ്സേജ്, അതും അറിയാത്ത ഒരു നമ്പറിൽ നിന്ന്, അത് വായിച്ച അവൾ ശരിക്കും ഞെട്ടി. ആഗ്രഹിച്ചത് നേടിയെടുത്തേ ശീലമുള്ളൂ, ഇഷ്ടപ്പെട്ടത് ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അവളുടെ വയറൊന്ന് കാളി. പഠിച്ചോനെ, ഇതെന്താണ്? ഇതാരാണ്?
എനിക്ക് അറിയുന്നില്ലല്ലോ. ഓ, ഇനി പക്ഷേ നമ്പർ മാറി വന്നതെങ്ങാനും ആയിരിക്കും, അത് എന്തെങ്കിലും റോങ് നമ്പർ എങ്ങാനും ആയിരിക്കും എന്ന് കരുതി അവളത് മൈൻഡ് ചെയ്തില്ല. അവൾ റീപ്ലേയും കൊടുത്തില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ മെസ്സേജ് കണ്ടിട്ടും കാണാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? അതെ, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ അതിന് പിറകിൽ വേറെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വീണ്ടും അതാ മെസ്സേജ്. മിസ്രി ശരിക്കും ഞെട്ടി. പഠിച്ചോനെ, ഇതാരായിരിക്കും ഇങ്ങനെ മെസ്സേജ് അയക്കാൻ? അവൾ ഊഹിച്ചു. എങ്കിലും അവളുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ആദ്യമേ അവൾ ഭയന്നിരുന്ന ആ ഒരു സംഭവം അതാ അവളുടെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുഞ്ഞുവുമായുള്ള നിക്കാഹ് ഉറപ്പിച്ചിരിക്കുകയാണ്. അല്ല, അതിനിടയിൽ എന്താ ഇങ്ങനെയൊരു സംഭവം? അവൾക്ക് അവളുടെ ധാരണ പോലെ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അത് പ്രിൻസിപ്പിളായിരിക്കും ഇത്, അല്ലാതെ ഒരാളും എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാനുണ്ടാവില്ല. അയാളുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കണം അത്രേ. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും അയാൾ റെഡിയാണത്രേ. ശരിക്കും മിസ്സിരിക്ക് ഭയം തോന്നി. പഠിച്ചോനെ, എന്തപ്പം ഞാൻ ചെയ്യുക? കോളേജിലേക്ക് അയാൾ വരാറുണ്ടായിരുന്നു. വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചിന്താഗതി വേറെ ആയിരിക്കുമെന്ന്. പക്ഷെ പിന്നീട് ആ ആയ പറഞ്ഞ വാക്ക്, എടി മിസ്രിയ. ആ, എന്ത് താത്ത? അതേ, പ്രിൻസിപ്പൽ സാർക്ക് അന്നോടൊരു മുഹബത്ത് ഉണ്ടല്ലോ, അന്നെ കെട്ടണമെന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതെ, ആ രാത്രി ഉറങ്ങാൻ മിസ്രിക്ക് കഴിഞ്ഞിരുന്നില്ല. എൻ്റെ റബ്ബേ, എനിക്ക് പേടിയാവുന്നു ആലോചിച്ചിട്ട്. എന്നാൽ കൂട്ടുകാരികളും അത് കേട്ടപ്പോൾ പറഞ്ഞു, എടി പെണ്ണെ, ഭാഗ്യമല്ലേ, അതും ഇത്രയും വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമയായ കോടീശ്വരനായ ഒരു പ്രിൻസിപ്പൾ എന്നൊക്കെ പറഞ്ഞാൽ ഭാഗ്യമല്ലേ പെണ്ണേ? എന്നാൽ അന്ന് അവൾ നല്ല രീതിയിൽ ഭയന്നിരുന്നു. പഠിച്ചോനെ, ഇവിടുത്തെ ഈ പഠനം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നീട് കൂടെ കൂടെ പ്രിൻസിപ്പിള് അതാ അവളെ കാണാൻ വരാൻ തുടങ്ങി. അവൾക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുക. അതും വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ആളാണെന്ന് ആദ്യമൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി, വല്ലാത്തൊരു വിഷമം തോന്നി. റബ്ബേ, അവരുടെ ഭാര്യ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. അല്ലെങ്കിലും ചില ആളുകൾക്ക് ചെറിയ പെൺകുട്ടികളെ കണ്ടാൽ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമായിരിക്കും. ഇപ്പോൾ അയച്ച ആ ഒരു മെസ്സേജ് അവളുടെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി. പഠിച്ചോനെ, അല്ല, മിസ്സിരിയേ, മോളെ മിസ്സിരിയേ. ഐഷുമ്മയുടെ വിളി. ആ ഉമ്മ, എന്താ എൻ്റെ കുട്ടീനെ കണ്ണും മുറക്ക് വല്ലാതെ ഇരിക്കണല്ലോ. വാ, എന്താ അവിടെ എനിക്ക് ഒറ്റയ്ക്ക് അവിടെ പുറത്ത് എന്താ പണി? ഒന്നുമില്ല, നാളെ ഇപ്പോൾ സെമി മക്കളൊക്കെ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇടങ്ങാറുണ്ട്. അല്ല, ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാലേ അതൊരു വല്ലാത്തൊരു ഇടങ്ങാറ് തന്നെയാണ്. ഏതായാലും എൻ്റെ മിസ്സിരിയെ, പിന്നെ ഇജ്ജ് പോയാലും മോളെ ഇവിടെ കുഞ്ഞോൻ്റെ അടുത്തേക്ക് തന്നെയല്ലേ, അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. എന്നാലും പെരയിന്ന് ആൾ പോയി കഴിഞ്ഞാൽ അതൊരു ഇടങ്ങാറന്നെ. പെരയിൽ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ നിറച്ച് മാണം, എന്നാൽ നല്ല റാഹത്താണ്. എനിക്കതാണ് തൃപ്തി എപ്പോഴും. കാരണം എല്ലാവരും ഇങ്ങനെ ഉണ്ടാവുമ്പോഴേ, ഈ കുട്ടികൾ ഒച്ചയും പാടും വിളിയും ബഹളവും നായാട്ടൊക്കെ ഉണ്ടാവുമ്പോൾ അതൊരു രസമാണേ. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ഇനിയിപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാലും അതൊരു ഇടങ്ങാറായിരിക്കും. മിസ്സിരിയെ, എന്നാലും ഉമ്മാനെ മറക്കരുതിട്ട് മോളെ. അന്നിപ്പോൾ കുഞ്ഞുവിനെ കൊണ്ട് കെട്ടിച്ചാലും കുഞ്ഞുവിൻ്റെ പൊയ്യ പോയാലും ഇടയ്ക്കും തലക്കൊക്കെ ഒന്ന് ഉമ്മാൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ. എന്നാൽ മിസ്സിരിക്ക് അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തി കുട്ടിയെ, ഉമ്മ പറഞ്ഞേ പറ്റിയില്ലേ? ഏയ്, ഒന്നുമില്ലമ്മ. എന്നാൽ മിസ്സിരിക്ക് ഭയമായിരുന്നു. പക്ഷേ എന്തെങ്കിലും അത് ആരോടെങ്കിലും പുറത്തേ പറഞ്ഞാൽ അത് അതിനേക്കാൾ പ്രശ്നമാകുമെന്ന് അവൾക്ക് അറിയുമായിരുന്നു. എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലമ്മ. ആ, ആയിക്കോട്ടെ എൻ്റെ പൊന്നാര മോളെ, നിങ്ങളൊക്കെ കാണാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും പടച്ച റബ്ബ് ഇങ്ങനെ ഒരു വിധി നൽകിയല്ലോ, അതും വലിയ ഭാഗ്യം തന്നെയാണ് എനിക്ക്. പിന്നെ കുഞ്ഞുവിൻ്റെ മണവാട്ടിയായി പോകുമ്പോഴേ എന്തൊക്കെ തന്നെയായാലും മാഷാ അല്ലാ, നല്ല മോനാണെടി. ഉമ്മാനെ മറക്കരുത് കേട്ടയ്യേ. ഇല്ലമ്മ, അതൊന്നുമില്ല. അവൾക്ക് പൂർണ്ണമായും പുഞ്ചിരിയോ സമ്മതമോ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഭയമായിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരമായി തുടങ്ങി. മഗ്‌രിബ് നമസ്കാര ശേഷം അവരെല്ലാവരും ഖുർആൻ പാരായണം ചെയ്തു. മിസ്രിയും. അന്ന് ഷമ്മാസ് കുറച്ച് നേരത്തെ വന്നു. ഉമ്മ,
ആ മോനെ, ഇന്നിപ്പോൾ എന്ത് നേരത്തെ എത്തിയത്? അല്ലേ, ഞാൻ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ഇന്ന് ഞാനും കുഞ്ഞും വേഗം പോന്നു. അതെന്തേ മോനെ? അത് ഒന്നുമല്ല, ഇനിയിപ്പോൾ കുഞ്ഞുവിന് അധികം 10-11 മണിക്കൊക്കെ എന്താ ഉമ്മ മൊബൈൽ ഷോപ്പിൽ തിരക്കുന്നോ. അതുകൊണ്ട് കുഞ്ഞുവിനെ ഇനിയിപ്പോൾ അധികം അങ്ങ് നിർത്താൻ പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞു, കുഞ്ഞോ ഈ ഒരു 8-8 ആകുമ്പോൾ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അത് ശരി. അല്ലമ്മ, പിന്നെ ആ പെൺകുട്ടി ഉറങ്ങിപ്പോകൂലേ നിക്കാഹ് കഴിഞ്ഞാലേ? ഓ അങ്ങനെ. എന്നാൽ ഐഷുമ്മ ചിരിച്ചു. എന്നാൽ മിസ്രിയുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമാണ് വന്നത്. അവൾ പെട്ടെന്ന് മുഖം പൊത്തിക്കൊണ്ട് അതാ അകത്തേക്ക് പോയി. എന്തിപ്പോൾ മിസ്രി വേഗം പോയത്? മിസ്രിയെ, മിസ്രിയെ. ഉമ്മ, ഒന്നുമില്ല. എന്നാൽ മിസ്രി നേരെ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ച് അവൾ പൊട്ടി പൊട്ടി വിതുമ്പിക്കരഞ്ഞു. അല്ലാ റബ്ബേ, എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നീ തരല്ലേ അല്ലാ. അതായത് ഒരിക്കൽ പോലും എനിക്ക് അയാളുടെ കൂടെയുള്ള ജീവിതം ഇഷ്ടമല്ല അല്ല. എനിക്ക് കുഞ്ഞുവിനെ മാത്രം മതിയല്ല. അതേ ജീവിതത്തിൽ ആഗ്രഹിച്ചു പോയ കൊതിച്ചു പോയ കുഞ്ഞുവിനെ ഒരിക്കലും മറക്കാനാവില്ല. കുഞ്ഞുവിൻ്റെ കൂടെയുള്ള ജീവിതം തന്നെ മതിയല്ല എനിക്ക്. വേറെ ആരും എനിക്ക് വേണ്ട അല്ല. അവൾ അതാ മുഖമെല്ലാം ശരിക്ക് കഴുകി അതാ പുറത്തേക്ക് ഇറങ്ങി. മോളെ മിസിരിയെ, വരി ഭക്ഷണം കഴിക്കുക. എന്നാൽ സമീറ ഇപ്പോൾ അതാ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്കും അടുക്കളയ്ക്കും എല്ലാം വരാൻ തുടങ്ങിയിരുന്നു. ഉമ്മ പറഞ്ഞു, പൊന്നാര മുള 90 ആവോളെങ്കിൽ ഈ അവിടെ നിന്ന് കെടുക്ക്. പിന്നെ എന്നോട് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ അവിടെ കിടന്നോന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. തള്ളാരുണ്ടാവുമ്പോൾ അതൊക്കെ പറയുള്ളൂ. പിന്നെ ഊരവേദന കാലുവേദന പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെ അടുക്കളയ്ക്ക് അടുക്കും നടക്കണ്ട. 2 കുട്ടികളെ പെറ്റാണിത്. ഒന്നുണ്ട് കാലും കൈ നീട്ടി അവിടെ കിടന്നാളാ. ഐഷമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ സമീറക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. കാരണം എൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മ വന്ന് എന്നോട് പറയുന്ന പോലെയാണ് അവൾക്ക് തോന്നാറുള്ളത്. അവൾക്ക് ഐഷമ്മയെ പെരുത്തിഷ്ടമാണ്. പഠിച്ചോനെ, ഇത്രയും സ്നേഹമുള്ള ഉമ്മയെ എനിക്ക് നൽകിയല്ലോ എന്നോർത്ത്. അങ്ങനെ അതാ അന്ന് അവർ ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടന്നു. പതിവ് പോലെ മിസിരി ഉമ്മയുടെ റൂമിൽ തന്നെയാണ് കിടന്നത്. ഉമ്മ പറയും, പൊന്നാര മുള ഈ വലിയൊരു കട്ടുമ്പോൾ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ എന്തിനാ മോളെ അവിടെയും ഇവിടെയും പോയി കിടക്കണേ? ഇവിടെ നിലത്ത് കിടക്കേണ്ട ആവശ്യമുണ്ടോ? ഉമ്മ, എനിക്കിവിടെ ഏറ്റവും സുഖമാണ് ഉമ്മ. ഇവിടെ കിടക്കുമ്പോൾ വല്ലാത്തൊരു റാഹത്താണ്. അങ്ങനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പിടിച്ച് വലിച്ച് മേലൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പെൺകുട്ടികൾ അങ്ങനെ പോവില്ല. അതാണ് ഒറ്റക്കൊന്നും. ഇൻഷാ അല്ലാ മേലൊക്കെ റൂമുണ്ട്. പിന്നെ ഏതായാലും കുഞ്ഞുവിൻ്റെ എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് പാർക്കാൻ വരും എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കേട്ടാ. എന്നാൽ അത് കേട്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ അങ്ങ് വിഷമിച്ചു. കാരണം റബ്ബേ, ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ അത് ഇങ്ങനെ ആയിത്തീരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല റബ്ബേ. അവൾ ആ രാത്രി ആ പായൽ ഉറങ്ങാൻ കിടന്നിട്ട് അവൾക്ക് ഉറക്കമേ വരുന്നില്ല. ആ മെസ്സേജുകളായിരുന്നു അവളുടെ മനസ്സിലേക്ക് വന്നത്. അത് അയാൾ തന്നെയായിരിക്കും. പക്ഷേ പെട്ടെന്ന് അതാ വീണ്ടും ഒരു മെസ്സേജ്. മിസ്രിയെ മോളെ, ഉറക്കമില്ലടി. ഉമ്മ ഉറക്കത്തിൽ നിന്ന് എന്തോ വിളിച്ച് ചോദിക്കുന്നുണ്ട്. മോളെ മിസ്രിയെ, എന്തേ കുഞ്ഞേ? ഒന്നുമില്ലമ്മ. എന്നാൽ വീണ്ടും മിസ്രിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. അതായത് ഞാൻ അയക്കുന്ന മെസ്സേജ് ഒരു കുട്ടിനോട് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടി വരും. നേരെയാണെങ്കിൽ നേരെ പോകാം. അതല്ല വല്ല വളഞ്ഞ വഴിയുമാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തത്ര ഒരു സംഭവമുണ്ടാകും. അവൾ ആകെ ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു. റബ്ബേ അല്ല. മിസ്രിയെ മോളെ, എന്താ മോളെ എന്ന് എനിക്കൊരു പൊറുതിയേട്? ഉമ്മ കട്ടിലിൽ നിന്ന് കിടന്ന് വിളിക്കുന്നു. ഒന്നുമില്ലമ്മ. അവൾക്ക് ആകെപ്പാടെ ടെൻഷനായി. റബ്ബേ, കുഞ്ഞുമായുള്ള ജീവിതം സ്വപ്നം കണ്ട എനിക്കിപ്പോൾ എൻ്റെ വീണ്ടും പ്രിൻസിപ്പൾ എന്നെ തേടി വന്നിരിക്കുന്നു. ഞാൻ കരുതി അതെല്ലാം ഇല്ലായ്മയായി പോയെന്ന്. പക്ഷെ ഇപ്പോഴതാ വീണ്ടും അയാൾ വന്നിരിക്കുന്നു. എനിക്ക് കുഞ്ഞുവിൻ്റെ കൂടെയുള്ള ജീവിതം മാത്രം മതി, അല്ലാതെ ഒരിക്കൽ പോലെ എനിക്ക് വേണ്ടല്ല. അവൾ വിതുമ്പിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. എന്നാൽ വീണ്ടും മെസ്സേജ് വരുന്നു. അവൾ ഒരു നിമിഷം അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. തലയിണക്ക് തൊട്ടടുത്ത് അപ്പുറത്തായിട്ട് വെച്ചു. മിസ്രിയെ മോളെ, ഐഷുമ്മ വിളിക്കുന്നു ഉറക്കത്തിൽ. ഉമ്മ.
എന്തിയേ? ഒന്നുമില്ലല്ലോ കുട്ടിയെ, കുഴപ്പമൊന്നും? ഏ പണിച്ചണമൊന്നുമില്ലല്ലോ. അങ്ങോട്ട് കയറി കിടന്നൂടെ കുട്ടി എനിക്ക്? ഇവിടെ ഈ കട്ടുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലം, ഞാൻ അവിടെ നിലത്ത് കിടക്കണോ? ഇല്ലമ്മ, ഞാനിവിടെ കിടന്നോളാം, എനിക്ക് കുഴപ്പമില്ലമ്മ. എല്ലാവരും അതാ പുത്തൻ വീട് തറവാട്ടിൽ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുകയാണ്. എന്നാൽ ആ തറവാടിൽ ഒരാളുടെ മനസ്സ് മാത്രം വല്ലാതെ വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുവുമായുള്ള വിവാഹം അതവൾ മനസ്സിലേറെ സ്വപ്നം കൊണ്ട് നടന്നതായിരുന്നു. ശരിയാണ്, അറിയാതെ അങ്ങ് കണ്ടുപോയി. കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നി. പിന്നീട് അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അറിയാതെയാണ്, ഇങ്ങനെ കരുതി കൂട്ടിയിട്ടൊന്നല്ല. അറിയാതെ അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അറിയില്ല, കുഞ്ഞിനോട് അടങ്ങാത്തൊരു പ്രണയം തോന്നിപ്പോയി. അതെ, ഇദ്ദേഹം തന്നെ മതി എൻ്റെ ജീവിതത്തിലേക്ക്. ഒരു പുരുഷനോടൊരു ഇഷ്ടം തോന്നിയത് മിസ്രിക്ക് കുഞ്ഞുവിനോട് മാത്രമാണ്. അതിനപ്പുറത്തായിട്ട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. ഉമ്മ കേൾക്കുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. അവൾ തലയണയിലേക്ക് മുഖം അമർത്തി പിടിച്ച് വിതുമ്പി കരഞ്ഞു. പഠിച്ചോനെ അല്ല. എന്നാൽ ആ മെസ്സേജ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മിസിരിയുടെ ജീവിതത്തിൽ വലിയൊരു വിഷമമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പഠിച്ചോനെ അല്ല, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് തന്നാൽ മതി അല്ല, അല്ലാതെ എനിക്കൊന്നും വേണ്ടല്ല. ലളിതമായ ജീവിതം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ പ്രിൻസിപ്പളുടെ കൂടെയുള്ള ജീവിതം അതൊന്നും നടക്കൂല. അതെ, മൂപ്പർക്ക് എത്രാമത്തെ ഭാര്യ എന്ന് പറഞ്ഞത്? മൂന്നാമത്തെ, നാലാമത്തെ. പാവമായിരുന്നു ആ സ്ത്രീ, ആ ആദ്യ ഭാര്യ. അവരെ വഞ്ചിച്ചിട്ടാണ് രണ്ടാമത്തെ ടീച്ചറെ കെട്ടിയത്. ടീച്ചർ അവിടെ കോളേജിൽ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ തന്നെയാണ്. എന്താ ചെയ്യാം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം. അങ്ങനെ ടീച്ചറെ വിവാഹം കഴിച്ചതോടു കൂടെ പിന്നീട് ആദ്യ ഭാര്യയുമായി ബന്ധമില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പിന്നീട് പറഞ്ഞു കേട്ടു ഒരു വിദ്യാർത്ഥിയെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഇത് നാലാമത്തെ ഇരയാകാൻ പോകുന്നത് ഞാനാണ്. ഇല്ല, ഒരിക്കലും ഞാനിനി സമ്മതിക്കില്ല. പഠിച്ചോനെ, അതിൻ്റെ മുമ്പ് എന്നെ അങ്ങോട്ട് കൊണ്ടേക്കോ. അയാളുടെ കൂടെയുള്ള ജീവിതം ആണെങ്കിൽ എനിക്ക് കഴിയില്ലല്ലോ, എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. മിസിരി ഓരോന്ന് ആലോചിച്ചു. എന്താല്ലേ ആണുങ്ങളുടെയൊക്കെ ഓരോ സ്വഭാവം. അതെ, പെണ്ണുങ്ങളുണ്ടാകും, ആണുങ്ങളുണ്ടാകും. എത്ര ആളുകൾ ഭർത്താവിനെ ചതിച്ചിട്ടും ഭാര്യയെ ചതിച്ചിട്ടും അങ്ങനെ ജീവിക്കുന്നു. എത്ര ആളുകൾ. പഠിച്ചോനെ, അതിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. അതെ, അവർ അവരുടെ മുമ്പിൽ നല്ല രീതിയിൽ സംസാരിക്കും, പെരുമാറും. പക്ഷേ അവരുടെ കണ്ണ് തെറ്റിയാൽ പലരുടെയും സ്വഭാവം ഇതുതന്നെയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലത്ത്. മിസ്സേ ഓരോന്ന് വിചാരിച്ചു. പ്രിൻസിപ്പൽ സാർ, അയാൾ ഭയമാണ് എല്ലാവർക്കും. കാരണം അയാൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് പോലീസായിട്ടും മന്ത്രിമാരായിട്ടും രാഷ്ട്രീയത്തിലും ഒക്കെ അയാൾക്ക് നല്ല പിടിപാടാണുള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് സോൾവ് ആവുകയും ചെയ്യും. എന്നാൽ പുത്തൻ വീടിൻ്റെ ആ മുറിയിൽ മിസിരിയുടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. റബ്ബേ, കല്യാണമാണെങ്കിൽ കുഞ്ഞുവിൻ്റെ കൂടെ, അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് എനിക്കൊരു ജീവിതം വേണ്ടല്ല. എനിക്ക് ആഗ്രഹമില്ലല്ല, എന്നെക്കൊണ്ട് കഴിയില്ലല്ല. അവൾ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അതെ, പടച്ച റബ്ബ് അവളുടെ പ്രാർത്ഥന സ്വീകരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.